ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പോകാം വീഡിയോയിലേക്ക്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് 1.5 കിലോ ചിക്കൻ ഉണ്ട്. അത് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഇതിനകത്താണ് എപ്പോഴും ചിക്കൻ വേവിക്കുന്നത്, ഫ്രൈ ചെയ്യാൻ. ആദ്യം ഞാൻ വേവിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഉള്ളി 2, ചെറിയുള്ളി 2 അല്ല, കുറച്ചൊരു 4-5 ചെറിയുള്ളി എടുത്ത്. ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഒരു പച്ചമുളക്, കറിവേപ്പില, കുറച്ച് കറിവേപ്പില, ഉപ്പ്. ഇതിനകത്ത് ഉപ്പും കൂടെ ഞാൻ ഇട്ട്, കാരണം പെട്ടെന്ന് പേസ്റ്റ് ആവാൻ വേണ്ടി ഞാൻ കല്ലിൽ വെച്ച് ചതച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇതിനകത്ത് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് കുരുമുളക് പൊടി. ഇതിൽ 1 സ്പൂണ് എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള മഞ്ഞൾ പൊടി. എല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ച് വേവിക്കണേ. കാരണം ഇതിനകത്ത് ഞാൻ ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് ചെറിയുള്ളി കൂടെ ചേർക്കുമ്പോൾ, ചതച്ച് ചേർക്കുമ്പോൾ. ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാതെ. ഇതെല്ലാം ഇട്ട് വേവിക്കുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവണേ. അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് വെച്ച് വേവിക്കാം. നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ എത്ര എടുക്കുന്നത് അതനുസരിച്ച്. ഇത് ഞാൻ 1.5 കിലോ ചിക്കൻ, അതിന് ആവശ്യത്തിനുള്ള പൊടി 3 സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി. പിന്നെ ഒരു 2 ചെറിയ സ്പൂണിൽ ഇത് ഗരം മസാല പൊടിച്ചത് അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ചൂടിനകത്ത് ചേർത്തുള്ളൂ. അതിപ്പോൾ ലേശം കുറച്ച് ഇതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ്.
ഞാൻ ഇതിലാണ് ഞാൻ വേവിക്കുന്നത്. വേവിച്ചിട്ട് ഇതിനകത്ത് തന്നെ എല്ലാം മസാലയെല്ലാം പുരട്ടി വെക്കുക. വേറെ ഫ്രൈ പാനിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് വേവിക്കാൻ വേണ്ടി മാത്രമുള്ളത്. നിങ്ങൾക്ക് ഇത് കൈയും കൊണ്ട് ഇളക്കുന്നതിനോട് എല്ലായിടും മിക്സ് ആവുന്നത്. കാരണം എനിക്കാണെങ്കിൽ ഇതിപ്പോൾ ഗ്യാസിൽ നിന്ന് എടുത്താണ്ട് ഭയങ്കര ചൂട്. ഞാനാണെങ്കിൽ ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചതാണ്. അല്ലാതെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ മസാല ഇങ്ങനെ ചേർക്കാറില്ല. ഇത് ഞാൻ പൊടിച്ച് എടുത്തതാണ്. ഇതിനൊക്കെ ഫ്രൈക്കും കറിക്കും എല്ലാം എടുക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കാൻ വെക്കാം. ഫ്രൈക്ക് ഫ്രൈ പാൻ വെച്ച് ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിയതാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പ്ലേറ്റിലേക്കിട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. ബൈ ബൈ.